ഹായ്, വെൽക്കം ടു മൈ ഗാർഡൻ അപ്ഡേറ്റ്സ് പാർട്ട് 3. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ഗാർഡനിങ് ഒന്നും നടന്നിട്ടില്ല. സോ ഇന്ന് എന്തെങ്കിലുമൊക്കെ നടത്തണം. കുറച്ച് ഡേയ്സ് മുമ്പ് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുള്ള വിത്തുകളാണ് ഇതൊക്കെ. ലെറ്റ്സ് ഗ്രോ ദിസ്. സൺഫ്ലവർ, സ്വീറ്റ് പീ, കോസ്മിയ, നസ്തേഷ്യ തുടങ്ങിയ 4 തരം വിത്തുകളാണ് നമ്മൾ ഇന്നിവിടെ എടുത്തിട്ടുള്ളത്. ട്രേസിലേക്ക് പാകാവുന്ന നേരത്തെ തന്നെ ഞാൻ പോട്ടിംഗ് മിക്സ് ഒക്കെ ഈ ഒരു ചട്ടിയിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പരിപാടിയിൽ കുറച്ച് എളുപ്പമായിരുന്നു. ഇനി ഈ സീഡ്സിന്റെ പാക്കറ്റിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സകല ഇൻഫർമേഷൻസും നമുക്കിവിടെ കാണാം. ഇതെങ്ങനെ പാകണം, എപ്പോൾ മാറ്റി നടണം, സൺലൈറ്റ് എത്രത്തോളം ലഭ്യമാക്കണം, ഏത് മാസത്തിൽ നട്ടാലാണ് കൃത്യമായിട്ടുള്ള സീസണിൽ പൂവുണ്ടാകുക, ഇത് ഐഡിയൽ ഫോർ ഹാങ്ങിങ് പോട്ട്സ് ആണോ അതോ ബോർഡേഴ്സ് ആണോ, അങ്ങനെ സകല ചരിത്രങ്ങളും നമുക്കിതിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ബിഗിനേഴ്സിനും നല്ല റിസൾട്ട് കിട്ടും. അങ്ങനെ 4 ട്രേസിലായിട്ട് നമ്മുടെ വിത്തുകളൊക്കെ ഭംഗിയായിട്ട് പാകിയിട്ടുണ്ട്. ഇനി കഴിഞ്ഞ ദിവസം വിതറിയ വൈൽഡ് ഫ്ലവേഴ്സിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാം. പയ്യെ കുറച്ചൊക്കെ മുളവിട്ട് വരുന്നുണ്ട്. പിന്നെ മുളച്ചു കഴിയുമ്പോൾ മാറിപ്പോകാതിരിക്കാനായിട്ട് പേരെഴുതി വെക്കേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ ഏതാന്നുള്ള സാധനം മറന്നു പോകും. ഇനി നമ്മൾ പാകിയ വിത്തുകൾ പയ്യെ ഒന്ന് നനച്ചു കൊടുക്കാം. ഇനി ഇതിനെ ഡെയിലി നമ്മൾ മോണിറ്റർ ചെയ്യണം. നിങ്ങൾ ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കിയിരിക്കുന്ന ഒരാളാണെങ്കിൽ ഇതിന് പറ്റിയ സമയമാണ് ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഉള്ള സ്ഥലത്ത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ഒരു കുഞ്ഞു ഗാർഡൻ നമുക്ക് എവിടെ ഉണ്ടാക്കിയെടുക്കാം. ഗാർഡൻ ഈസ് ലൈക്ക് എ തെറാപ്പി. നമ്മൾ വിതറിയ വിത്ത് മുളച്ച് അതിൽ പ്ലാന്റായി അത് അതിൻ്റെ കംപ്ലീറ്റ് റിസൾട്ട് തരുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയണം. സോ ഇഫ് യു വെയിറ്റിംഗ് ഫോർ മോർ ഗാർഡൻ അപ്ഡേറ്റ്സ് പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. ബൈ. ഹായ്, വെൽക്കം ടു മൈ ഗാർഡൻ അപ്ഡേറ്റ്സ് പാർട്ട് 3. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ മഴയൊക്കെ ആയതുകൊണ്ട് തന്നെ കാര്യമായിട്ടുള്ള ഗാർഡനിങ് ഒന്നും നടന്നിട്ടില്ല. സോ ഇന്ന് എന്തെങ്കിലുമൊക്കെ നടത്തണം. കുറച്ച് ഡേയ്സ് മുമ്പ് നമ്മൾ വാങ്ങിച്ചു വെച്ചിട്ടുള്ള വിത്തുകളാണ് ഇതൊക്കെ. ലെറ്റ്സ് ഗ്രോ ദിസ്. സൺഫ്ലവർ, സ്വീറ്റ് പീ, കോസ്മിയ, നസ്തേഷ്യ തുടങ്ങിയ 4 തരം വിത്തുകളാണ് നമ്മൾ ഇന്നിവിടെ എടുത്തിട്ടുള്ളത്. ട്രേസിലേക്ക് പാകാവുന്ന നേരത്തെ തന്നെ ഞാൻ പോട്ടിംഗ് മിക്സ് ഒക്കെ ഈ ഒരു ചട്ടിയിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ പരിപാടിയിൽ കുറച്ച് എളുപ്പമായിരുന്നു. ഇനി ഈ സീഡ്സിന്റെ പാക്കറ്റിലേക്ക് ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള സകല ഇൻഫർമേഷൻസും നമുക്കിവിടെ കാണാം. ഇതെങ്ങനെ പാകണം, എപ്പോൾ മാറ്റി നടണം, സൺലൈറ്റ് എത്രത്തോളം ലഭ്യമാക്കണം, ഏത് മാസത്തിൽ നട്ടാലാണ് കൃത്യമായിട്ടുള്ള സീസണിൽ പൂവുണ്ടാകുക, ഇത് ഐഡിയൽ ഫോർ ഹാങ്ങിങ് പോട്ട്സ് ആണോ അതോ ബോർഡേഴ്സ് ആണോ, അങ്ങനെ സകല ചരിത്രങ്ങളും നമുക്കിതിൽ കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ബിഗിനേഴ്സിനും നല്ല റിസൾട്ട് കിട്ടും. അങ്ങനെ 4 ട്രേസിലായിട്ട് നമ്മുടെ വിത്തുകളൊക്കെ ഭംഗിയായിട്ട് പാകിയിട്ടുണ്ട്. ഇനി കഴിഞ്ഞ ദിവസം വിതറിയ വൈൽഡ് ഫ്ലവേഴ്സിന്റെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാം. പയ്യെ കുറച്ചൊക്കെ മുളവിട്ട് വരുന്നുണ്ട്. പിന്നെ മുളച്ചു കഴിയുമ്പോൾ മാറിപ്പോകാതിരിക്കാനായിട്ട് പേരെഴുതി വെക്കേണ്ടത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതൊക്കെ ഏതാന്നുള്ള സാധനം മറന്നു പോകും. ഇനി നമ്മൾ പാകിയ വിത്തുകൾ പയ്യെ ഒന്ന് നനച്ചു കൊടുക്കാം. ഇനി ഇതിനെ ഡെയിലി നമ്മൾ മോണിറ്റർ ചെയ്യണം. നിങ്ങൾ ഗാർഡനിങ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നോക്കിയിരിക്കുന്ന ഒരാളാണെങ്കിൽ ഇതിന് പറ്റിയ സമയമാണ് ഏർലി സ്പ്രിംഗ് എന്ന് പറയുന്നത്. ഉള്ള സ്ഥലത്ത് കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്ത് ഒരു കുഞ്ഞു ഗാർഡൻ നമുക്ക് എവിടെ ഉണ്ടാക്കിയെടുക്കാം. ഗാർഡൻ ഈസ് ലൈക്ക് എ തെറാപ്പി. നമ്മൾ വിതറിയ വിത്ത് മുളച്ച് അതിൽ പ്ലാന്റായി അത് അതിൻ്റെ കംപ്ലീറ്റ് റിസൾട്ട് തരുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് അത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ അറിയണം. സോ ഇഫ് യു വെയിറ്റിംഗ് ഫോർ മോർ ഗാർഡൻ അപ്ഡേറ്റ്സ് പ്ലീസ് സ്റ്റേ ട്യൂൺഡ്. ബൈ.